ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഇവിടെ പ്രോഗ്രസ് കാർഡിനൊപ്പം തന്നെ തിരികെ കയറ്റി തുടക്കത്തിൽ തന്നെ പറയുന്നത് ജമാഅത്തെ വോട്ട് എന്ന രൂപത്തിലാണ്. ഏത് ഘട്ടത്തിലാണ് CPM ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? CPM RSS ബന്ധം അല്ലെങ്കിൽ മുഖ്യമന്ത്രി RSS ബന്ധം, പോലീസ് RSS ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സിറ്റിംഗ് MLA രാജിവെച്ച് ഇറങ്ങിയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ വിഷയം അവിടെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ മറുപടി ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ MR അജിത് കുമാർ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച വിഷയം അതവിടെ നിൽക്കുന്നു. അതവിടെ നിൽക്കെ തന്നെ, അതിൽ മറുപടി പറയാതെ ഇരിക്കെ തന്നെ അവിടെ വെള്ളാപ്പള്ളി നടേശം വന്നിട്ട് അവിടെ ഭൂരിപക്ഷ വിഭാഗത്തിന് ശ്വാസം മുട്ടുന്നു എന്ന് പറയുമ്പോൾ അതിൽ മറുപടി പറയാതിരിക്കെ തന്നെ ഇപ്പുറത്ത് എന്താണ് പറയുന്നത്? ഇവിടെ ന്യൂനപക്ഷ വർഗീയത നടമാടുകയാണെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വർഗീയ കലാപം അഴിച്ചുവിട്ട് അത്തരത്തിൽ പിടിയിലായ ജമാഅത്തെ ഇസ്ലാമിക്കാരെ നമ്മളാരും കണ്ടിട്ടില്ല. വർഗീയ പ്രസംഗം നടത്തി പോലീസ് നടപടി നേരിട്ട ജമാഅത്തെ ഇസ്ലാമിക്കാരെ നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ ആശയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവിടെ നിൽക്കുന്നു. ആ തരത്തിൽ വർഗീയ പ്രസംഗങ്ങൾ അവരിൽ നിന്നുണ്ടായതേ കണ്ടിട്ടില്ല. കേവലം 3000 വരുന്ന വോട്ട് വരുന്ന ആ ഏറ്റവും തുച്ഛമായ വോട്ട് ശതമാനം വരുന്ന ആ വിഭാഗത്തിന്റെ കാര്യം ഒരു ഭീതി സൃഷ്ടിക്കലാണ്. ആ ഭീതി സൃഷ്ടിക്കൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ന്യൂനപക്ഷ സമൂഹം എന്നുള്ളത് ഏതെങ്കിലും ഒരു ആലയിൽ കെട്ടിവെക്കാൻ പറ്റുന്ന ജമാഅത്തെ ഇസ്ലാമി എന്നോ PDP എന്നോ എന്ന രൂപത്തിൽ കൊണ്ട് ആലയിൽ കെട്ടിവെക്കാൻ പറ്റുന്ന അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നേ. കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തെ അവർ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആരെന്തു പറയുന്നു, ഞങ്ങളെ ഇവിടെ ഞങ്ങളുടെ ജീവിതം ഇവിടെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്, ഒരു തരം ഭീതി അവർക്കുണ്ടാക്കുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വിഷയം ഏറ്റെടുക്കുന്നത്. നോക്കൂ, ഈ പ്രചാരണത്തിലുടനീളം മുഖ്യമന്ത്രി അവിടെ 3 ദിവസം ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രസംഗത്തിലും അതുതന്നെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പരാജയത്തിന് ശേഷം എന്ത് പാഠം പഠിക്കുന്നു എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. MV ഗോവിന്ദൻ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറയുകയാണ് വർഗീയ വോട്ടുകൾ ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുക? നിലമ്പൂരിലെ ജനതയെ അപമാനിക്കലല്ലേ അല്ലേ? തിരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ ഉണ്ടാകും. അപ്പുറത്ത് ഒരു വിഭാഗം ജയിച്ചു കഴിയുമ്പോൾ അവർക്ക് കിട്ടിയത് മുഴുവൻ വർഗീയ വോട്ടാണ് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന എന്ത് മോശം പ്രവണതയാണ്. അത് നമ്മൾ വടകരയിൽ കണ്ടു, അത് നമ്മൾ പാലക്കാട് കണ്ടു, തൃക്കാക്കരയിലും കണ്ടിട്ടുണ്ട് ഒരു രൂപത്തിൽ. ഇപ്പോൾ അത് തന്നെ നിലമ്പൂരിലും ആവർത്തിക്കുന്നു. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ ഇത് തുടരും എന്നുള്ളതാണ്. അപ്പോൾ എന്തിന്റെ സൂചനയാണ്? ആർക്കാണ് ഇവിടെ വഴിയൊരുക്കുന്നത് CPM എന്നുള്ളൊരു സംശയം അവിടെ നിൽക്കുന്നു. ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുമെന്ന് പറയുമ്പോൾ നമ്മളാരും കേട്ടില്ല ഇവിടെ ഭൂരിപക്ഷ വർഗീയതയെതിരെ പറയുന്നത്. ഇതുവരെ കേട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അത് പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും കേട്ടില്ല. ആ സമയത്ത് അതിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് കരുതിയ സമയത്ത് വെള്ളാപ്പള്ളിക്ക് അവിടെ പൊന്നാട അണിയിക്കുകയായിരുന്നു.